ഹലോ, മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള കുറച്ചേറെ വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കരുതിയിട്ടോ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല അടീനിയം തൈകളാണ് കേട്ടോ. അപ്പോൾ അടീനിയത്തിൻ്റെ ഇതിൻ്റെ ഫ്ലവർ പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യാതെ വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് എന്താണ്, ഫ്ലവർ സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാൽ പിന്നെ സെയിൽ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കാനായിട്ടോ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും 5 കളറിന് 1000 രൂപ. അതാണ് നല്ല കട്ടിയുള്ള നല്ല കോഡക്സാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നമുക്ക് ചിലതിനൊക്കെ ഇവിടെ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ വരികയും ചെയ്യും. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് അടീനിയം കൂടിയാണ്. കുഞ്ഞിലേ തന്നെ നമുക്ക് ഫ്ലവർ വരും. കോഡക്സ് നല്ല ഉരുണ്ടിട്ട് നല്ല കട്ടിയുള്ള കോഡക്സുകളായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത്. അപ്പോൾ ഏതെങ്കിലും 5 കളറിന് 1000 രൂപയാണ് കോംബോ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി പ്ലാന്റ്സ് കൂടി കണ്ടാലോ. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അടീനിയം മഴക്കാലമായതുകൊണ്ട് കിടയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് കയറ്റിയേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി വലിയ സൈസ് പ്ലാന്റ്സ് 350 റുപ്പീസിൻ്റെ സൈസ് വരുന്ന വലിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഇതിനൊക്കെ ഫ്ലവർ പോയതുകൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്ത് വെച്ചിരുന്നത്. ഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഫ്ലവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒന്നും ഫ്ലവർ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഫ്ലവർ വരുന്നതനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്ന വലിയ ഹെൽത്തി വലിയ പ്ലാന്റ്സുകളാണ്. വേണമെങ്കിൽ ഒരു സൈസ് കാണിച്ചു തരാം. 350 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രയ്ക്കും വലിയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അടീനിയം പ്ലാന്റ്സോ ബിഗോണിയ, റെയർ ബിഗോണിയകൾ, അഗ്ലോണിമകൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് വീട്. നേരിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് ഡയറക്റ്റ് പർച്ചേസിങ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതല്ല, നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ് നിങ്ങൾ എൻ്റെ കസ്റ്റമറെങ്കിൽ മാക്സിമം ഞാൻ അവർക്ക് ഡയറക്റ്റ് പ്ലാന്റ്സ് എത്തിച്ചു കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും മാക്സിമം വാങ്ങുന്ന അന്ന് തന്നെ എൻ്റെ കസ്റ്റമറുടെ കയ്യിൽ പ്ലാന്റ് എത്തിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ കൊറിയറിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ KSRTC സർവീസ് ഉപയോഗിച്ചിട്ടായാലും ഇപ്പോൾ ബിഗോണിയ പോലെ സെൻസിറ്റീവ് പ്ലാന്റ്സൊക്കെ അങ്ങനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരമുള്ളവർക്ക് മാത്രമേ നമ്മൾ മാക്സിമം കൊറിയർ ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് കേരളത്തിനകത്താണെങ്കിൽ ഞാനത് അന്ന് തന്നെ എത്തിക്കുന്ന രീതിയിൽ നമ്മൾ അഗ്ലോണിമി ആയാലും ബിഗോണി ആയാലും ഏത് പ്ലാന്റ് ആയാലും നമ്മൾ KSRTC സർവീസ് നല്ല അടിപൊളിയായിട്ട് കൊറിയർ സർവീസ് നല്ല വൃത്തിയായിട്ട് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെയാണ് ഞാനിപ്പോൾ കൂടുതലും ആശ്രയിക്കുന്നത്. അന്ന് തന്നെ പ്ലാന്റ് കസ്റ്റമറുടെ കൈ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. DTDCയും കാര്യമായിട്ട് തന്നെ ജെനുവിനായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ DTDC വഴിയും ബ്ലൂ ഡാർട്ട് വഴിയും ദൂരെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ബ്ലൂ ഡാർട്ട് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ഒക്കെ നമ്മൾ പ്ലാന്റ്സ് കൊറിയർ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറിയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മോൺസ്റ്ററ ഡെലിക്കോസ 200 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വലിയ നല്ല ഹെൽത്തി പ്ലാന്റിന് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ മോൺസ്റ്ററയുടെ. ഈ ഡെലിക്കോസയൊക്കെ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പ്ലാന്റ്സ് കാണാനായിട്ട്. ഗ്രീൻ ഷെയ്ഡുള്ള പ്ലാന്റ്സാണ് ഇൻഡോർ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ്സ്. ഇതൊക്കെ 200 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ വൈറ്റ് പ്രിൻസസ്, പിങ്ക് പ്രിൻസസിൻ്റെയൊക്കെ നല്ല അടിപൊളി വെരിഗേഷൻ വന്നിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. 300 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് ഉള്ളൂ കേട്ടോ. ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ തന്നെ നേരിട്ട് നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല ഹാഫ് മൂൺ ആയിട്ടുള്ള നല്ല അടിപൊളി ടിഷ്യൂ കൾച്ചറിൻ്റെ അല്ലാത്ത നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ് കേട്ടോ. നമുക്ക് വൈറ്റ് പ്രിൻസസ് ആയാലും ശരി പിങ്ക് പ്രിൻസസ് ആയാലും ശരി നല്ല ഹാഫ് മൂൺ വെരിഗേറ്റഡ് ആണ്. 300 വെച്ചേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. അതുകൂടാതെ നമ്മുടെ കയ്യിൽ സീഡ്ലിങ്സ് ആയിട്ടുള്ള പ്ലാന്റ്സും കുറച്ചുണ്ട് കേട്ടോ. ജയ്പോങ് ബൗളിൻ്റെയൊക്കെ സീഡ്ലിങ്സ് എത്രയാണ്? ഇതിനൊക്കെ 180 രൂപ മാത്രമേ റേറ്റ് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ തായ്ലൻഡ് വെറൈറ്റി അഗ്ലോണിമകൾ ഒരുപാടുണ്ട് കേട്ടോ. പ്ലാന്റ്സ് എല്ലാം നല്ല അഗ്ലോണിമകളൊക്കെ സെയിലുള്ളതൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്തു, കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ മുകളിലോട്ട് കുറച്ച് കയറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് പീക്കോക്ക് 250 രൂപയാണ് പീക്കോക്കിൻ്റെ ഈ വലിയ അഗ്ലോണിമയ്ക്ക് ഇട്ടിരിക്കുന്ന പ്രൈസ്. മജന്ത കുങ്കും നല്ല റെയർ ആയിട്ടുള്ളൊരു തായ്ലൻഡ് വെറൈറ്റി അഗ്ലോണിമയാണ്. മജന്ത കുങ്കുമിൻ്റെ റേറ്റ് വന്നിട്ട് 700 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസാണ്. ഇനി പിങ്കി ക്യാബേജിൻ്റെ ഈ ഒരു വലിയ പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. 1000 രൂപയാണ് പിങ്കി ക്യാബേജിൻ്റെ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റ്സ് റെയർ തായ്ലൻഡ് അഗ്ലോണിമകൾ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്.
ഇനി റെയർ അഗ്ലോണിമകൾ കളക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റൊക്കെ. ഇതൊക്കെ ഒരു 1300 രൂപയുടെ സൈസാണ് കേട്ടോ. 1300 രൂപയ്ക്കൊക്കെ ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ റെയർ കളക്ട് ചെയ്യുന്നവർക്കറിയാം അത് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ. നല്ല കളറുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുകൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇതൊരു പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്. ഹലോ കിട്ടി സൂപ്പർ വൈറ്റ് എന്ന് സൂപ്പർ സുക്സം വൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് 1000 റുപ്പീസാണ് കേട്ടോ. ഇതൊക്കെ തായ്ലൻഡ് വെറൈറ്റീസ് ആണ്. അപ്പോൾ വില കൂടുതലാണ് നിങ്ങൾ കരുതരുത്. നമ്മുടെ ഈ നോർമൽ വെറൈറ്റി പ്ലാന്റ്സിനൊക്കെ റേറ്റ് കുറവാണ്. ഈ ഇരിക്കുന്ന ലേഡി ഏഞ്ചൽ അതിനൊക്കെ എത്രയാണ് 200 രൂപ മാത്രമേ നമ്മൾ റേറ്റ് ഇട്ടുള്ളൂ. റൈസിൻ്റെ ഈ പ്ലാന്റിന് 180. അങ്ങനെ റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇത് കൂടുതലും പ്ലാന്റ്സ് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്കുള്ള പ്ലാന്റ്സ് നമുക്ക് സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് കേടായി പോകുന്നുണ്ട്. അപ്പോൾ വാങ്ങുമ്പോൾ ഒരു ചെടി പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു 10 പ്ലാന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 7 നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 ഒക്കെ കേടായിപ്പോയി സത്യത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ ഒരു സ്ഥലത്തിരുന്ന് സെറ്റായി വന്നിട്ട് പെട്ടെന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ്സൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് വന്ന് ഒരുപാട് ചെടികൾ നമുക്കും നഷ്ടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ ഈ മുകളിലാണ് കൊണ്ടുവയ്ക്കുന്നത്. മുകളിൽ കൊണ്ടുവച്ചിട്ട് അവരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ മാക്സിമം നോക്കും. പറ്റുന്നതൊക്കെ രക്ഷപ്പെടും, അല്ലാത്തതൊക്കെ കേടായി പോകും. അപ്പോൾ നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രം നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മളതിനെ മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ നോക്കും. അങ്ങനെ രക്ഷപ്പെട്ട പ്ലാന്റുകൾ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ റെയർ വെറൈറ്റിയാണ് ഇതൊക്കെ. ഗോൾഡൻ ഏഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ട് സിയാം പെർഫെക്റ്റിൻ്റെയൊക്കെ നല്ല അടിപൊളി മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. റെഡ് വൈൻ്റെ സിംഗിൾ ഷൂട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ നല്ല അടിപൊളി 4-5 ഷൂട്ട് വരുന്ന ബുഷി പോട്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൈസ് ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് ജെയ്ഡ് എന്ന് പറഞ്ഞ ഒരു അഗ്ലോണിമയാണ്. ഇത് മഹാശക്തി സെൻസ്റ്റാർ 500 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും റെഡ് പനാമയുടെ കുറേ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ റെഡിൻ്റെ കുറേ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം, പ്ലാന്റ്സ് വാങ്ങണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.